സമ്പാദ്യങ്ങൾ ആണ് ഇക്കയും ഇവിടെ കണ്ടു കാണുന്ന എല്ലാ കാര്യങ്ങളൊക്കെ. ഇത് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പടച്ചവൻ പറയുന്നു, നക്തൂമാക്കദ്ദമു, അവർ ഹയാത്ത് കാലത്ത് എന്തെല്ലാം ഈ ദീനിന് വേണ്ടി അവർ സേവനം ചെയ്തിട്ടുണ്ടോ അതൊക്കെയും നമ്മൾ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആളെ റെഡിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് മലക്കിടെ തയ്യാറാക്കി. നമ്മുടെ എഴുതു എന്ന് പറഞ്ഞാൽ നമ്മുടെ വകയിലായിട്ട് നമ്മുടെ കൽപ്പന പ്രകാരം നമ്മുടെ മലായിക്കത്തുകൾ അതൊക്കെയും വിക്കാർഡാക്കി വെക്കുന്നു. അതിനു പുറമെ ആസാറഹും, അവർ ചെയ്ത് വെച്ചതായിരിക്കുന്ന ആസാറുകൾ, അവരുണ്ടാക്കിയ സ്ഥാപനങ്ങൾ, ദർസ് തുടങ്ങി മദ്രസ, പള്ളി തുടങ്ങിയുള്ളതായിരിക്കുന്ന ഇതെല്ലാം അവരുടേക്കുള്ളതായിരിക്കുന്ന ഏടിൻ്റെ അകത്തുണ്ടാകും. അവിടെ ഖിയാമത്ത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് വേറൊന്നും വേണോ? ഇത് വലിയതായിരിക്കുന്ന സമുദായത്തിൻ്റെ ഒരു സ്വത്താണല്ലോ ഇവിടെ സമ്മാനമായിട്ട് ബഹുമാനപ്പെട്ടവർ ചെയ്തിട്ട് പോയത്. ബഹുമാനപ്പെട്ട മഹാനായ റയീസു സാഹിദീൻ ഇബ്രാഹിം ബിൻ അദം റളിയല്ലാഹു അൻഹു അറിയാമോ? ലോകത്തിൻ്റെ അകത്ത് അവരെ അറിയാത്തതായിരിക്കുന്ന ആളില്ല. ഔലിയാക്കന്മാരുടെ ഇടയിൽ റയീസു സാഹിദീങ്ങളുടെ തലവൻ എന്ന് പറഞ്ഞാൽ ദുനിയാവിനെ വെടിഞ്ഞതായിരിക്കുന്ന ആൾക്കാർ. വിലായത്തിൻ്റെ ഹരികാരുടെ ഒരു വലിയ സിഫത്താണ് സുഹുദ് എന്നുള്ളത്. സുഹുദ് ഇല്ലാത്ത ആൾക്ക് വിലായത്ത് കിട്ടില്ല. സുഹുദ് എന്നുള്ളത് ഈ ദുനിയാവിനെ വെടിഞ്ഞതായിരിക്കുന്ന ആൾക്കാർ, എല്ലാം കൊണ്ട് വെടിഞ്ഞതായിരിക്കുന്ന ആൾക്കാർ കണക്കില്ലാത്ത ആൾക്കാരുണ്ട്. സ്വഹാബത്ത് മുതൽക്ക് താബീങ്ങൾ മുതൽക്ക് ഇങ്ങനെ വരുമ്പോൾ ധാരാളമുണ്ട്. ബഹുമാനപ്പെട്ട റയീസു സാഹിദീൻ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു താൻ രാജകുടുംബത്തിൽപ്പെട്ട ആളാണ്. ബൽഖ രാജാവിൻ്റെ എവിടത്തതായിരിക്കുന്ന രാജാവിൻ്റെ ഒരു മകനും കൂടിയിട്ടാണ്. അങ്ങനെ ആയിരിക്കെ ഈ രാജസ്ഥാനത്തിന് എല്ലാം കൊണ്ട് വഹിച്ചിട്ടിട്ട് താൻ ഇറങ്ങിപ്പോയതാണ്. അതിൻ്റെ ആൾക്കാർക്ക് അതിനെ വിട്ടുകൊടുത്ത് മൂപ്പര് ഇറങ്ങിപ്പോയി. ലോകത്തിൻ്റെ അകത്ത് ഒട്ടാകെ ബഹുമാനപ്പെട്ടവർ വലുതായിരിക്കുന്ന ഔലിയാക്കന്മാർ, സ്വാലിഹ്യങ്ങൾ എല്ലാം കണ്ടുമുട്ടി അവരെ വെക്കുന്ന വേണ്ടുന്നതായിരിക്കുന്ന ഇൽമുകളും അറിവുകളെല്ലാം കരസ്ഥമാക്കി ലോകത്തൊട്ടാകെ സഞ്ചരിച്ച് ബഹുമാനപ്പെട്ടവർ തന്നെ സ്വന്തം ഒരു പാർക്കാനുള്ള വീടില്ല. മക്കളും ഭാര്യകളൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം ഒഴിച്ചിട്ട് വന്നതാണ്. അത് ഹജ്ജിന് സമയത്തിൻ്റെ അകത്ത് മക്കയിലെത്തിയപ്പോൾ സുബ്ഹാനല്ലാഹ്, ബൽഖയിൽ നിന്ന് വന്നതായിരിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൻ്റെ അകത്ത് തൻ്റെ മകൻ അന്ന് അത് ഇറങ്ങി വരുന്ന സമയത്തിൻ്റെ അകത്ത് അവിടെ നിന്ന് വഹിച്ചിട്ട് വന്നതായിരിക്കുന്നത് എൻ്റെ മകൻ അവിടെ ഹറമിൻ്റെ അകത്ത് കണ്ടു. ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ഗുരുത്തം കിട്ടിയത് എൻ്റെ മോന് നിറഞ്ഞിട്ട് അറിഞ്ഞു. കുറേ അങ്ങനെ നോക്കി. ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ കുറേ ആൾക്കാർ മുരീദന്മാർ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരേ ആളെ എന്താ ഇങ്ങനെ നോക്കുന്നത്? മറ്റവർക്കാർക്കും തിരിഞ്ഞിട്ടില്ല. ഇത് ഓരുടെ മോനാണ്. നോക്കുമ്പോൾ ഓർക്ക് എന്താക്കി പോയിട്ട് അങ്ങോട്ട് സംസാരിക്കാനുള്ളതായിരിക്കുന്ന ആഗ്രഹം കൊണ്ടെങ്കിലും സംസാരിച്ചില്ല. അപ്പോൾ ചോദിച്ചു, നിങ്ങളെന്താണ് ആ ഒരാളെ ഇത്ര നോക്കിയത്? അതോ ഞാനത് അന്ന് അവിടെ നിന്ന് വരുമ്പോൾ ബൽഖയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒഴിച്ചു വിട്ട് വന്നതായിരിക്കുന്ന മക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു കുട്ടിയാണത്. അത് എൻ്റെ കൽബിൻ്റെ അകത്ത് പോയി അടുത്ത് സംസാരിക്കുമ്പോൾ സ്നേഹം വന്നു പോണ്ട, മഹബത്ത് വന്നു പോണ്ട എന്ന് വിചാരിച്ച. കാരണം ഇതെല്ലാം വിട്ടു ഒഴിച്ചിട്ട് വന്നതാണ്. തറക്തുൽ ഖൽഖ തുറം ഫീ റിളാക വൈതംതുൽ ഇയാല ലികൈ അറാക ഫലൗ ഖത്തഅതനി ഫിൽ ഹുബ്ബി ഇർബാ ലമാ ഹന്നൽ ഫുആദു ഇലാ സിവാക എന്നാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്. എന്താ തറക്കുൽ ഖൽഖ, പടച്ചോന് ഞാൻ പോകുന്നില്ല, എൻ്റെ മോനിൽ ഞാൻ മുണ്ടുന്നില്ല, ചൊടിച്ചിട്ടല്ല. പിന്നെന്താണ് അത്? ഞാൻ പടപ്പനെല്ലാം എൻ്റെ മക്കളെന്നല്ല, എല്ലാവരും ഞാൻ വഹിച്ചിട്ട്, ഭാര്യനെ ഉണ്ടായിട്ട് വഹിച്ചിട്ട്, മക്കളെല്ലാം ബാപ്പ ഉണ്ടായിട്ട് യതീമികളെ പോലെ ആക്കിയിട്ട് വന്നു. തറക്തുൽ ഖൽഖ, പടപ്പുകളെല്ലാം ഞാൻ വഹിച്ചിട്ടു. വൈതംതുൽ ഇയാല, മക്കളെല്ലാം ഞാൻ യതീമികളെ പോലെയാക്കി. അറാക്ക, എൻ്റെ ലക്ഷ്യം എന്താണ്? ഒറ്റൊരു ലക്ഷ്യമാണ്. ദുന്യാവിലുള്ളൊരു സാധനമല്ല. പിന്നെന്താണ്? നിന്നെ കാണണം എന്ന്, നിൻ്റെ കാണും എൻ്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഞാൻ വഹിച്ചിട്ട് വന്നത്. ഫലൗ ഖത്തഅതനി ഫിൽ ഹുബ്ബി ഇർബാ, യാ അല്ലാഹ്,
എന്നെ നീ കഷ്ണമായിട്ട് എൻ്റെ എല്ലാ ഓരോരോ അംഗങ്ങളെയും നീ മുറിച്ചെടുക്കുകയാണെങ്കിലും ലമാഹന്നൽ ഫുആദു ഇലാ സിവാക്ക, നീ അല്ലാത്ത ഒരാളിലേക്ക് എൻ്റെ കൽബ് ചേരുകയില്ല എന്ന് പറഞ്ഞ ആളാണ്. അങ്ങനെയുള്ള മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ഈ സഞ്ചാരത്തിൻ്റെ ഇടയിൽ താൻ ധരിച്ചതായിരിക്കുന്ന കമീസ് ഒരു പോയൻ്റെ അരികിൽ കൊണ്ടുപോയിട്ട് കൈകി അത് നോക്കുമ്പോൾ പറഞ്ഞതായിരിക്കുന്ന കീറിയതായിരിക്കുന്ന കമീസാണ്. അതിനെ അത് ഉണങ്ങിയതിൻ്റെ ശേഷം പോയൻ്റെ പക്കത്തിരുന്നിട്ട് അതിനെ തുന്നാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അവിടെ അതിനെ തുന്നുന്ന സമയത്തിൻ്റെ ആരോ ഒരാൾ അവിടെ വന്നു. നോക്കുമ്പോൾ അറിഞ്ഞു പോയി ഇത് ഇബ്രാഹിം ഇബ്നു അദമാണെന്ന്. ചോദിച്ച്, മഹാനരെ, നിങ്ങൾ ഈ ബൽഖ നാട്ടിൻ്റെ രാജസ്ഥാനത്ത് നിങ്ങൾ ഒഴിച്ചിട്ടിട്ട് വന്നല്ലോ, ആ ബേഗയിൽ നിങ്ങൾക്കിപ്പോൾ എന്തായി, എന്ത് കിട്ടിയെന്ന്. അപ്പം പറഞ്ഞ്, അത് നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയല ആ വിഷയത്തിന് ഞാൻ പറഞ്ഞെങ്കിൽ, പിന്നെ നിനക്ക് അറിയുന്ന ഒരു വിഷയത്തിന് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് തൻ്റെ കൈവശമുള്ള ആ സൂചിനെ പുഴയ്ക്ക് എറിഞ്ഞു. പുഴൻ്റെ കരകത്താണ് തുന്നിക്കൊണ്ടായി. അങ്ങനെ കുറച്ച് കരകത്താണ് തുന്നിക്കൊണ്ടായി. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ശേഷം പറഞ്ഞ്, മീനുകളെ, ഞാൻ ആ എറിഞ്ഞ സൂചിനൊന്ന് എടുത്തോട്ട് ഇങ്ങോട്ട് വരും. ഒരു സൂചിയാണ് എറിഞ്ഞത്. നോക്കുമ്പോൾ മീനുകൾ ഓരോരോ മീനിൻ്റെ വായിലും ഓരോരോ സൂചികളുണ്ട്. എടുത്തുകൊണ്ട് വന്നു. ഇയാളതിനെ കാണുന്നു ഈ സംഗതി. ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ഒരു സൂചി മൂപ്പരാണ് എറിഞ്ഞത്, അതിനടുത്ത് മാത്രം. ബാക്കി തന്നെ നിങ്ങൾ തിരിഞ്ഞു പോയിക്കോടി എന്ന് പറഞ്ഞ് തിരിച്ചു അയച്ചു. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ഇത് അല്ലാഹു സുബ്ഹാനഹു തആലാൻ്റെ പിന്നെ കൊടുത്ത കറാമത്ത്. അയാൾ കാണിച്ചു, ബൽഖ നാട് വിട്ടു വന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടിയെന്ന് കേട്ട് എനിക്കൊരു മറുപടിയാണ് പറഞ്ഞത്. കായ്ച്ചു കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട മഹാന്മാരായ ആലിമീങ്ങൾ, സ്വാലിഹീങ്ങൾ, സാദാത്യങ്ങൾ, വിലായത്തിൻ്റെ ഹരികാർ അവരെല്ലാം കാണുമ്പോൾ അത് വെറും സുഹബത്ത് കെട്ടുക എന്ന് പറഞ്ഞാൽ ആദരവും ബഹുമാനവും ഉള്ളതോടുകൂടിയായിരിക്കും. ബഹുമാനവും ആദരവും ഇല്ലാത്തതോടുകൂടിയായെങ്കിൽ അതിൻ്റെ യാതൊരു വാല്യൂ ഇല്ല, വിലയില്ലാത്തതാണ്. ബഹുമാനപ്പെട്ട പെരിയതായിരിക്കുന്ന ഖുതുബുൽ അഖ്താബായ മഹാനാണ് ബഹുമാനപ്പെട്ട പിന്നെ അബൂ യസീദുൽ ബസ്താമി റളിയല്ലാഹു അൻഹു. ബസ്താം എന്ന് പറയുന്നത് അത് ഇറാനിൽപ്പെട്ടതാണ്. വലിയ മഹാനാണ്, വിലായത്തിൻ്റെ അങ്ങേയറ്റം മക്കാമെ എത്തിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട പിന്നെ അബൂ യസീദുൽ ബസ്താമി റളിയല്ലാഹു അൻഹു. അദ്ദേഹം വഫാത്തായി. ഇയറിൻ്റെ 261 വഫാത്തായി. അദ്ദേഹം വഫാത്തായതിൻ്റെ ശേഷം ആയിരക്കണക്കിലുള്ളതായിരിക്കുന്ന ആൾക്കാർ അയാളെ മൂപ്പരുടെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്, കൂട്ടക്കൂട്ടായിട്ട്. ആ കൂട്ടത്തിൻ്റെ അകത്ത് ഈ വിവരം അറിഞ്ഞിട്ട് അന്നത്തെ വലിയൊരു രാജാവ് ബഹുമാനപ്പെട്ട പിന്നെ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറിനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ നോക്കുമ്പോൾ വലിയ ആൾക്കാർ ഭയങ്കര തടിച്ചു കൂടിയിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചു, ഈ അബൂ യസീദുൽ ബിസ്താമിനെ കണ്ടാൾ നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോയെന്ന്. നമുക്കൊന്ന് അവരെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഒരു പ്രായമുള്ള ഒരാളുണ്ട്, അയാൾ മൂപ്പരെ നേരിട്ടിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അയാളെ വിളിച്ചു വരാൻ പറഞ്ഞു. അങ്ങനെ വന്നു. നിങ്ങൾ അബൂ യസീദുൽ ബിസ്താമിനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അയാൾ എന്താ വല്ല വാക്കുകളും പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഉണ്ട്. മൂപ്പർ പറഞ്ഞിട്ടുണ്ട്, മർറാനി ലാ യദ്ഖുലുൻ നാറ, എന്നെ വല്ല ഒരാളും കണ്ടെങ്കിലും ഒന്ന് നരകത്തിലേക്ക് കിടക്കലാണ്. സുബ്ഹാനല്ലാഹ്. ഇത് പറഞ്ഞിട്ട് നമുക്ക് ഈ രാജാവിനൊക്കെ ഇതിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കണ്ടെങ്കിൽ നരകത്തിലേക്ക് കിടക്കലാണ്. മർറാനി ലാ യദ്ഖുലുൻ നാറ, എന്നെ ഒരാൾ കണ്ടെങ്കിലും ഒന്ന് നരകത്തിലേക്ക് കിടക്കലാണ്. അപ്പോൾ അയാൾ ചോദിക്കുന്നു, ഇതെന്താ നീ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്താപ്പായ അബൂ ലഹബ് എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അയാളെ സംബന്ധിച്ചിട്ട് അല്ലാഹ് പറയുന്നു, സയസ്റാനാറൻ ദാത്ത ലഹബിൻ ഉംറത്തു മുഹമ്മദത്തുൽ ഹത്തബ്, സൂറത്ത് തബ്ബത്ത് യദയിലാണ് അവൻ്റെയും അവൻ്റെ ഭാര്യൻ്റെ കഥ പറയുന്നു. ഇത് അല്ലാഹു സുബ്ഹാനഹു തആല നരകത്തിലേക്ക് അവനെ കടത്തും, നരക്കാരനാവുന്നു. എത്ര വട്ടം കണ്ടിനി റസൂലുള്ളാഹിനെ? അയാളെങ്ങനെ നരകത്തിൽ കടന്നു? അബൂ ലഹബ് കണ്ടത് അത് ബഹുമാനത്തിൻ്റെ കണ്ണിലും ആദരവിൻ്റെ കണ്ണിൽ കണ്ടതല്ല. അതുവരി
അബൂ താലിബിൻ്റെ അബു ആയിരിക്കുക എന്ന് പറയുന്ന ദർജ ഏതൊരു വിലായത്തിൻ്റെ ഹരികാർക്കിൻ്റെ വിലായത്തിനോടത് സമമാവുകയില്ല. ബഹുമാനപ്പെട്ട സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൻ്റെ അകത്ത് കുതുബീങ്ങളുണ്ട്, പിന്നെ അബ്ദാലിങ്ങളുണ്ട്, നുച്ചബാവുണ്ട്, നുഹ്ബാവുണ്ട്, ബുദലാവുണ്ട് തുടങ്ങിയുള്ള എല്ലാ ആൾക്കാരും സ്വഹാബത്തിൻ്റെ കൂട്ടത്തിലുണ്ട്. പക്ഷേ അതെന്താണെന്നല്ല, ഈ സുഹബത്ത് എന്ന് പറയുന്ന ഈ മക്കാമിൻ്റെ ഇടയ്ക്ക് അതൊന്നും വെളിച്ചത്തിൽ വരുന്നില്ല. അവരെ പോലത്തെ സാഹിത്യങ്ങളാരാണ്? അവരെ പോലത്തെ വിലായത്തിൻ്റെ ആൾക്കാർ പിന്നാരാണ്? അഫ്ദലുൽ അംബിയായി അഫ്ദലു ബഅദൽ അംബിയായി അല തഹഖീഖ് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു. അമ്പിയാക്കന്മാരെ കഴിച്ചാൽ പിന്നെ ഒന്നാം സ്ഥാനത്തിൽ വരുന്നത് അവിടെ ആരാണ്? സ്ഥാനത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. എത്ര വലിയ മക്കാമാണത്! ഏത് കുത്തുബിലേക്കും ആർക്കും കിട്ടുന്ന ഒരു സ്ഥാനമാണത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. അതുകൊണ്ട് പിൻകാലത്തെല്ലാം ആണ് ഈ ഇവിടെ പ്രത്യക്ഷത്തിൽ വന്നത്. ആ സുഹബത്തിൻ്റെ സ്ഥാനം അവർക്ക് കിട്ടാത്തത് കൊണ്ട് അവർക്കുള്ളതായിരിക്കുന്ന കുതുബിയത്തും ഗൗസിയത്തും അതുപോലെ തന്നെ മുജബാവ്, നുഹബാവ്, അബ്ദാൽ തുടങ്ങിയുള്ളതായിരിക്കുന്ന സ്ഥാനങ്ങളെല്ലാം വെളിച്ചത്തിലേക്ക് പ്രത്യക്ഷമായിട്ട് വന്നു. സ്വഹാബത്തെല്ലാം ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർ പിന്നെ സുഹബത്ത് എന്ന് പറയുന്ന ഈ സ്ഥാനം അവരിലിരിക്കുമ്പോൾ അതിനേക്കാൾ മറികടിക്കുന്ന ഒരു സ്ഥാനം വേറെയില്ല. അസ്വാബിക്കൻ നുജൂം ഫബിയഹിം യുക്തദൈത്തും എഹ്തദൈത്തും. എൻ്റെ അസ്വാബ് എന്ന് പറഞ്ഞാൽ അവർ നക്ഷത്ര തുല്യന്മാരാണ്. അവരെ നമുക്ക് നക്ഷത്രം നോക്കിയിട്ട് വഴി കണ്ടുപിടിക്കാൻ സാധിക്കും പോലെ നമ്മുടെ ദീനിൻ്റെ കാര്യങ്ങളെ പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അവർക്ക് അവരെ പിന്നെ സ്വഭാവത്തിലേക്ക് ജതുബില്ലാത്തത്. അതേപോലെ തന്നെ മറ്റുള്ള വിലായത്തിൻ്റെ ഹരികാർക്ക് ഉള്ള പോലത്തതായിരിക്കുന്ന അങ്ങനെയുള്ളതായിരിക്കുന്ന അവസ്ഥകൾക്കും അവർക്കുണ്ടായിട്ടില്ല. കാരണം അവർ ദീനിനെ പഠിപ്പിക്കാൻ വേണ്ടി പാകം പഠിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തായിട്ട് അള്ളാഹു തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൊണ്ടിട്ട് അവർ വലിയ മക്കാബാത്തിൻ്റെ ഹരികാറാണ്. അവരെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരേ ഒരു കാര്യമാണ് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ഖുദ്വത്ത് സാദത്ത് തങ്ങൾ പറഞ്ഞതുപോലെ ഈ സ്ഥാപന തങ്ങൾ വഫാത്തായിട്ട് മങ്ങിയിട്ടൊന്നും പോയിട്ടില്ല. അത് മുമ്പ് ഉള്ളതിനേക്കാൾ എത്രയോ ഉയരത്തിലേക്ക് ഈ 10 കൊല്ലത്തിൻ്റെ ഇടയിൽ അത് ഉയർന്നിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും അറിയാം. ഇന്ന് മാത്രമല്ല, ഇവിടെ കർണാടകത്തിലല്ല, കേരളത്തിൽ മാത്രമല്ല, ഗൾഫ് രാജ്യത്തിലല്ല, എല്ലാ രാജ്യത്തിൽ നിന്ന് മദ്ഹർ നൂറുൽ ഇസ്ലാം എന്ന് പറയുന്ന ഈ സ്ഥാപനം അറിയാത്ത നാടില്ല, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അതിലേക്ക് മുഅ്മിനീങ്ങളായ ആൾക്കാർ ധാരാളം അതിലേക്ക് സഹകരിക്കുന്നു, എല്ലാം ചെയ്തു വരുന്നുണ്ട്. ഇനിയും ഇവിടെ പല സംഗതികളും നല്ല നല്ല കാര്യങ്ങളൊക്കെ നടത്താനുണ്ട്. അതൊക്കെയും ഇതിൻ്റെ തങ്ങളുടെ അക്കൗണ്ടിലേക്കാണ് ഇതൊക്കെയും പോകുന്നത്. നമുക്ക് കിട്ടുന്നതിന് പുറമെ ബഹുമാനപ്പെട്ട ഇതിനെ തുടങ്ങി വെച്ചതായിരിക്കുന്ന നമ്മൾക്ക് വഴികാട്ടിയായ ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ അൽ ഫാറൂഖ് നവ്വറല്ലാഹു മർഖദഹു വഅലല്ലാഹു ദറജതഹു ഫിൽ ജന്ന. ബഹുമാനപ്പെട്ടവരോടുകൂടി അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ. അതുകൊണ്ട് എല്ലാ മുഅ്മിനീങ്ങളും ഈ സ്ഥാപന പിരിശം വെച്ച് ഇതിനെ നല്ലപോലെ വളർത്തണമെന്നും ഇതിലേക്ക് വേണ്ടുന്ന ഒത്താശയങ്ങളും സഹായങ്ങളും സഹകരണങ്ങളെല്ലാം ചെയ്യണമെന്നും പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.